IDF ഇന്റലിജൻസ് യൂണിറ്റിലേക്കുള്ള സന്ദർശന വേളയിലാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രഹസ്യരേഖകൾ സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ഹമാസ് പദ്ധതിയെ ഇറാൻ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി ഇറാനും യഹ്യ സിൻവാറും മുഹമ്മദ് ദെയ്ഫും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു രേഖയാണിത്. ഒക്ടോബർ 7 കൂട്ടക്കൊലയിലുള്ള ഇറാന്റെ പിന്തുണയും ഇത് തെളിയിക്കുന്നു. ഇസ്രായേലിന്റെ നാശത്തിന് ധനസഹായം നൽകുന്നതിനായി ഹമാസ് IRGCയുടെ ഗുഡ്സ് ഫോഴ്സിൽ നിന്ന് $500 മില്യൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇറാൻ ഹമാസിന് ധനസഹായം നൽകുന്നത് തുടരുമെന്നാണ് IRGCയുടെ പലസ്തീൻ വകുപ്പ് മേധാവി ഇസാദി മറുപടി നൽകിയത്. ഇറാനിലെ ജനങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിനോടും US-നോടും പോരാടുന്നതാണ് ഭരണകൂടത്തിന്റെ മുൻഗണനയെന്നും കാറ്റ്സ് പറഞ്ഞു. ഗാസയ്ക്ക് പുറമെ ലബനൻ, സിറിയ, ജൂഡിയ, സമറിയ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കും യമനിലെ ഹൂത്തികളിലേക്കും ഇറാന്റെ പിന്തുണ വ്യാപിക്കുന്നുണ്ടെന്നും ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ സജീവമായി ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുകയും ഭീകരതയെ വളർത്തുകയും ചെയ്യുന്നുവെന്നും കാറ്റ്സ് പറഞ്ഞു. മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരുടെ തുരങ്കങ്ങളിലെ ഓപ്പറേഷനുകൾക്കിടെയാണ് ഇസ്രായേൽ സൈന്യം ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ കണ്ടെത്തിയത്. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയാൻ ഇസ്രായേൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഇറാന്റെ തിന്മയുടെ അച്ചുതണ്ട് തകർക്കുന്നതുവരെ അവരുടെ ഭീകരവാദികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ യുദ്ധം, വ്യാപാരം, പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.